നമ്മുടെ ധ്രുവ് വിക്രം നായകനായ ബൈസൺ എന്ന സിനിമ വളരെ വിജയകരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് സിനിമയുടെ അണിയറ പ്രവർത്തകർ ഇന്നലെ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഇതിന്റെ ഒരു വീഡിയോ പുറത്തുവിട്ടു, സിനിമയുടെ മേക്കിംഗ് ഓഫ് ബൈസൺ. പക്ഷെ ബൈസൺ എന്ന സിനിമയുടെ മേക്കിംഗ് അല്ല. കറണ്ട് പോയാ കുഴപ്പമില്ല. ബൈസൺ എന്ന സിനിമയുടെ മേക്കിംഗ് അല്ല. ഈ സിനിമയ്ക്കകത്ത് നമ്മുടെ ധ്രുവിനെ ട്രെയിൻ ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. ഒരു വീഡിയോ ഇറങ്ങി, ഇനി അതിന് ശേഷം പാർട്ട് 1 എന്നാണ്, പാർട്ട് 2 ഒക്കെ ഇറങ്ങാൻ സാധ്യതയുണ്ട്. ഇതിനകത്ത് നമ്മൾ കാണേണ്ടത്, നമുക്ക് ഇതിന്റെ കഥ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. സാധാരണ നമ്മൾ ജിമ്മിൽ പോയിട്ടൊരു 2 മാസം 3 മാസം കൊണ്ട് 6 പാക്ക് മസിൽസ് ഒക്കെ ഉണ്ടാക്കി തിരിച്ചു വരുന്ന പോലെ അല്ല ഇതിനകത്ത് ട്രെയിനിങ്. അതായത് സിനിമ കണ്ടവർക്കറിയാം, ഒരു കബഡി കളിക്കാരന്റെ കഥയാണ്, നാട്ടിൻ പുറത്തുനിന്ന് വരുന്ന കബഡി കളിക്കാരന്റെ കഥയാണ്. അപ്പോൾ അതുപോലത്തെ ഒരു അത്ലറ്റ് ആകാൻ വേണ്ടി അദ്ദേഹത്തിന് ഇന്റൻസ് ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. അത് മാത്രമല്ല, ആ കബഡി കളിക്കാരൻ നാട്ടിൻ പുറത്തുനിന്ന് വരുന്ന ആളായതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരാളെ പോലെ തോന്നാൻ വേണ്ടി ആ നാട്ടിൽ തന്നെ തിരുനെൽവേലി എന്ന സ്ഥലത്ത് ഗ്രാമത്തിൽ ധ്രുവ് പോയി താമസിച്ച് അവിടുത്തെ ആളുകളുടെ കൂടെ ഇടപഴകി അവരുടെ കൃഷിയും അവരുടെ വസ്ത്രരീതിയും അവരുടെ സംസാര രീതിയും അവരുടെ ലൈഫ് സ്റ്റൈലും ഒക്കെ പഠിച്ചിട്ടാണ് അദ്ദേഹം സിനിമയിലേക്ക് വരുന്നത്. അത്രയ്ക്കും അതിനുവേണ്ടി കമ്മിറ്റഡ് ആയിട്ട്, അതായത് ഏകദേശം 1.5 വർഷം, അതായത് 500ഓളം ദിവസങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം ചെലവഴിച്ചു. അപ്പോൾ ഓർക്കണം, വേറെ വിക്രമിന്റെ മകനാണ്, ഇഷ്ടംപോലെ സിനിമ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെയുള്ള സമയങ്ങളിൽ ഈ മാരി സെൽവരാജിനെ വിശ്വസിച്ച് അദ്ദേഹം ഈ സിനിമയിലേക്ക് വരികയും 1.5 വർഷം ഇതിനു വേണ്ടി കംപ്ലീറ്റ് ഡെഡിക്കേറ്റ് ചെയ്തിട്ടാണ് ഈ സിനിമയിലേക്ക് വന്നത്. ഒരു ക്യാരക്ടർ തന്നെ, അതായത് അതിനകത്ത് കാണുന്ന കഥാപാത്രമായിട്ട് തന്നെയാണ് ധ്രുവ് മാറിയിരിക്കുന്നത്. 28 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് ധ്രുവ്. ഈ പ്രായത്തിൽ സൂപ്പർ താര പരിവേഷമൊക്കെ ഉള്ള ഒത്തിരി ഓഫറുകളൊക്കെ വരാൻ സാധ്യതയുള്ള ഒരാൾ ഇതുപോലെ ക്യാരക്ടർ റോൾ തേടി പോകുമ്പോൾ ഒന്നും നമുക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നു. അച്ഛൻ്റെ മകൻ തന്നെ, വിക്രമിന്റെ മകൻ തന്നെയാണ് ധ്രുവ്. കാരണം അച്ഛനെ പോലെ തന്നെ ചലഞ്ചിങ് ആയ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ, ഒരു നടൻ എന്ന രീതിയിൽ തനിക്ക് സ്വയം വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള കഥാപാത്രം ചെയ്യാൻ അദ്ദേഹം തയ്യാറാകുന്നു എന്നുള്ളത് ഭയങ്കര നല്ലൊരു കാര്യം തന്നെയാണ്. ഭാവിയിലേക്ക് അത് നമുക്ക് ഒത്തിരി ഇതുപോലത്തെ വലിയ കഥാപാത്രം അദ്ദേഹം ചെയ്യുന്നു വിശ്വസിക്കാം. നമുക്ക് മാരി സെൽവരാജിലേക്ക് വരാം. മാരി സെൽവരാജിന്റെ ഒരു സിനിമ രാഷ്ട്രീയം നമുക്കറിയാം. അദ്ദേഹത്തിന്റെ സിനിമ ഒരു കൊമേഴ്ഷ്യൽ സിനിമ എടുത്ത് ആളുകളെ ഹിറ്റ് അടിപ്പിക്കുക, അതുവഴി ഇങ്ങനെ പൈസ ഉണ്ടാക്കുന്നതിനപ്പുറത്തേക്ക് ഇദ്ദേഹത്തിന്റെ സിനിമ ഒരു സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ എങ്കിൽ ഇതിന്റെ നമ്മൾ വളരെ ഇന്നർ ലെയറുള്ള പൊളിറ്റിക്സ്, ജാതി രാഷ്ട്രീയം, അല്ലെങ്കിൽ അനീതികളൊക്കെ ചൂണ്ടിക്കാട്ടുന്ന, ലൗഡായി സംസാരിക്കുന്ന, അതിനെതിരെ സംസാരിക്കുന്ന, അതൊക്കെ തുറന്നു കാണിക്കുന്ന സിനിമകൾ ചെയ്യുന്ന ആളാണ് മാരി സെൽവരാജ്. മാമണ്ണൻ എന്ന സിനിമ നമ്മൾ കണ്ടറിയാം. അതിനകത്ത് നമ്മൾ വടിവേലുവും ഫഹദും ഉദയനിധി സ്റ്റാലിനും ഒക്കെയുള്ള സിനിമ വളരെയധികം ചർച്ച ചെയ്യപ്പെടുകയും ആ സിനിമ കൊമേഴ്ഷ്യലി ഹിറ്റാകുന്ന രീതിയിലാണ് അദ്ദേഹം എടുക്കുന്നത്. അതാണ് ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേക കഴിവ്. വെറും ഒരു ആർട്ട് ഫിലിമായിട്ട് കുറച്ച് പേര് ഒതുങ്ങിപ്പോകുന്ന രീതിയിലല്ല പടം എടുക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഇറങ്ങിയ ബൈസൺ അതിനും ഒരു പടിക്ക് മുകളിൽ നിൽക്കുകയാണ്. ഇതൊരു സ്പോർട്സ് സിനിമയായിട്ട് തോന്നുമെങ്കിലും ഇതിനകത്ത് വളരെ ഇന്നർ ലെയറിൽ പല ലെയറുകളിൽ കൂടെയുള്ള തെറ്റ് കുറ്റങ്ങളെയൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സിനിമയാണ്. അദ്ദേഹം സിനിമ എടുക്കുമ്പോൾ വളരെയധികം പ്രിപ്പയർ ചെയ്താണ് സിനിമ എടുക്കുന്നത്. നമ്മളിപ്പം ഈ പറഞ്ഞ വീഡിയോ, അതായത് ഈ മേക്കിംഗ് ഓഫ് ബൈസൺ എന്ന വീഡിയോയ്ക്കകത്ത് ധ്രുവിനെ ട്രെയിൻ ചെയ്യുന്ന വീഡിയോയുടെ കൂടെ മാരി സെൽവരാജ് കൂടെ സംസാരിക്കുന്ന കുറെ പോർഷൻസ് ഉണ്ട്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, നീ ഇവരെ പോലെ സംസാരിക്കണം, അവരുടെ കൂടെ ജീവിക്കണം എന്നൊക്കെ അദ്ദേഹം അഡ്വൈസ് ചെയ്യുന്നുണ്ട്. ഒരു ക്യാരക്ടറിനെ കുറിച്ചും കഥയെക്കുറിച്ചും കൃത്യമായ ബോധ്യമുള്ള ഡയറക്ടർക്ക് മാത്രമേ അങ്ങനെ പറയാൻ പറ്റുകയുള്ളൂ. അങ്ങനെയുള്ള ഡയറക്ടർക്ക് മാത്രമേ ഒരു ആക്ടറെ ഉയർത്തി കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ എന്നുള്ളതിന് തെളിവാണ് ഈ ബൈസൺ എന്ന സിനിമ നമ്മൾ കണ്ടത്. ധ്രുവിന്റെ അപാര പെർഫോമൻസ് ആണ്. ഇതുവരെ ഇറങ്ങിയ ധ്രുവിന്റെ എല്ലാ സിനിമകളിലും വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും മികച്ച പെർഫോമൻസ് ആയിട്ട് തന്നെ ഇത് കയ്യടി നേടുകയാണ്. അതുകൊണ്ട് ഇത്രയും കാലം 1.5 വർഷം അദ്ദേഹം വർക്ക് ചെയ്തതിന്റെ റിസൾട്ട് ആ സിനിമ ഉണ്ടായെന്ന് പറയാം. മാരി സെൽവരാജ് പറയുന്ന ഒരു ഇന്റർവ്യൂവിനകത്ത് പറയുകയുണ്ടായി, അദ്ദേഹത്തിന് പല ആളുകൾ ഇതിലേക്ക് പരിഗണിച്ചുവെങ്കിലും പക്ഷെ ആരും ഇതുപോലെ ഒരു ലോങ് ടൈമിലേക്ക്, അതായത് കൂടി വന്ന 1, 2, 3 മാസം ഒക്കെ ഇതിനുവേണ്ടി മാക്സിമം ട്രെയിൻ ചെയ്ത് ഒരു കഥാപാത്രമാകാൻ ശ്രമിക്കുക, അതിനപ്പുറം ഒരു 2 മണിക്കൂർ സിനിമയ്ക്ക് എന്ത് ചെയ്യാനാണ് എന്ന രീതിയിലൊക്കെയുള്ള ചിന്തയുള്ള ആളുകളാണ് ഇതിലേക്ക് പലപ്പോഴും അദ്ദേഹം കാസ്റ്റ് ചെയ്യുമ്പോൾ അവർ ചിന്തിക്കുന്നത്. പക്ഷെ ധ്രുവിനോട് പറയുമ്പോൾ, ധ്രുവ് സംസാരിക്കുമ്പോൾ, നീ പൂർണ്ണമായിട്ടും ഒരു സമയം നോക്കാതെ ഈ കഥാപാത്രമാകാൻ വേണ്ടി എത്ര കാലം വേണമെങ്കിൽ കൂടെ നിൽക്കാനുള്ള തയ്യാറെടുപ്പോടെ വന്നിരിക്കണം. അതിനകത്ത് നമ്മൾ തമ്മിൽ ഒരു ഇങ്ങനത്തെ പരസ്പരം ഒരു വിയോജിപ്പുകൾ ഉണ്ടാകും, നിനക്ക് ഇങ്ങോട്ടുണ്ടാകും, നിനക്ക് മടുക്കാം, നിനക്ക് സ്ട്രഗിൾ ചെയ്യാം, അങ്ങനത്തെ ട്രെയിനിങ് ആണ് എന്നൊക്കെ പറഞ്ഞ് കുറേ സംസാരിച്ചതിന് ശേഷമാണ് പതുക്കെ ഈ ധ്രുവ് എന്ന ആള് ഈ സിനിമയിലേക്ക് ലോഞ്ച് ആകുന്നു. പക്ഷെ നമുക്കറിയാം, ആ ട്രെയിനിങ് കണ്ടാൽ മനസ്സിലാവും, ഇന്റൻസ് ട്രെയിനിങ്. അതിന് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, ഈ സിനിമ മനതി ഗണേശൻ എന്ന് പറയുന്ന ഒരു തമിഴ്നാട്ടിലെ കുഗ്രാമത്തിൽ ജനിച്ച് വളർന്ന് സ്ട്രഗിൾ ചെയ്ത് എല്ലാ യാതകളും ഫേസ് ചെയ്തിട്ട് അർജുന അവാർഡ് വരെ നേടിയ ഒരു മനുഷ്യനാണ്. ഒരു നാട്ടിൽ നിന്ന് അത്രയ്ക്ക് സ്ട്രഗിൾ നേടിയ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് എടുത്ത ഒരു മെയിൻ ഭാഗമാണ് ഈ സിനിമയുടെ കോർ കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആളുടെ സിനിമ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മനുഷ്യനായിട്ട് മാറുക എന്നുള്ളത്. ഇതിനകത്ത് ധ്രുവിന് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം, കബഡി എന്ന സംഭവം പരിശീലിപ്പിക്കുന്നത് അദ്ദേഹം തന്നെയാണ്. ഈ സിനിമയ്ക്കകത്ത് ഈ പറഞ്ഞ ഗണേശൻ എന്ന് പറഞ്ഞ അദ്ദേഹം തന്നെയാണ് അദ്ദേഹം കബഡി പരിശീലിപ്പിക്കുന്നത്. നമുക്ക് ട്രെയിനിങ് വീഡിയോസ് കണ്ടാൽ അറിയാം. അദ്ദേഹം പഠിപ്പിക്കുന്നതുകൊണ്ട് തന്നെ ധ്രുവിന് വേറെ ഒരു ബോഡി കൊണ്ട് മാത്രം, രൂപം കൊണ്ട് മാത്രമല്ലാതെ ഒരു കബഡി കളിക്കാരൻ എങ്ങനെ ചിന്തിക്കുന്നു, അദ്ദേഹം എങ്ങനെ സംസാരിക്കുന്നു, എങ്ങനെ മൂവ് ചെയ്യുന്നു, എങ്ങനെ ശ്രദ്ധിക്കുന്നു, എങ്ങനെ അദ്ദേഹത്തിന്റെ തോൽവികളെ അതിജീവിക്കുന്നു എന്നുള്ള കാര്യമൊക്കെ അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാൻ ധ്രുവിന് പറ്റുന്നുണ്ട്. അത് തന്നെ ഈ സിനിമയുടെ വലിയ വിജയമായിട്ട് ഇത് മാരി സെൽവരാജ് പല ഇന്റർവ്യൂവും പറയുണ്ടായി.
എന്തായാലും ഇതൊരു കണ്ടു പഠിക്കേണ്ട കാര്യം. സിനിമ എന്ന് പറയുന്നത് വെറും ഒരു കൊമേഴ്ഷ്യൽ ഒരു ആഘോഷത്തിന് അപ്പുറത്തേക്ക് വർഷങ്ങൾക്ക് ശേഷം നമുക്ക് ഒരുപക്ഷെ ഡോക്യുമെന്റ് ചെയ്ത് വെക്കാവുന്ന, അല്ലെങ്കിൽ ഒരു 10 വർഷം 100 വർഷം കഴിയുമ്പോൾ തന്നെ ഈ സിനിമയുടെ ഒരു റെലവൻസോ ഇതിന്റെ കണ്ടന്റിന്റെ ഒരു വാല്യൂ ഒക്കെ നമുക്ക് അളക്കാൻ പറ്റുന്നതിന് അപ്പുറമായിരിക്കും. ആരെങ്കിലുമൊക്കെ ഒരു കാലഘട്ടത്തിൽ എന്തൊക്കെ സംഭവിച്ചു എന്നൊക്കെ സിനിമ വഴി മനസ്സിലാക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ മാരി സെൽവരാജ് എടുത്ത സിനിമകൾ എപ്പോഴും അതിനകത്ത് മുൻപന്തി നിൽക്കും. ഒരു കാലഘട്ടത്തിന്റെ സാമൂഹിക അവസ്ഥ, അതിനകത്ത് ഇങ്ങനെയുള്ള ധ്രുവനെ പോലുള്ള ആളുകളുടെ പെർഫോമൻസുകൾ വന്നു കഴിയുമ്പോൾ ആ സിനിമ ആളുകളിലേക്ക് അന്നത്തെ കാലത്തും ഇത് എത്രയും വേഗം എത്തുമെന്ന് കരുതാം. എന്തായാലും ഇത്രയും സ്ട്രഗിൾ ചെയ്ത്, ഇത്രയും ഹാർഡ് വർക്ക് ചെയ്ത്, ഡയറ്റ് ചെയ്ത് 2.5 വർഷത്തോളം ഈ ഒറ്റ സിനിമയ്ക്ക് വേണ്ടി മാരി സെൽവരാജ് എന്ന മനുഷ്യനെ വിശ്വസിച്ച് കൂടെ നിൽക്കാൻ ഈ ചെറിയ പ്രായത്തിൽ 28 വയസ്സിൽ ധ്രുവിന് പറ്റിയിട്ടുണ്ടെങ്കിൽ വരാനിരിക്കുന്ന അദ്ദേഹത്തിന് വലിയ വലിയ സിനിമ ക്യാരക്ടേഴ്സും വലിയൊരു ലോകവുമാണ്. നമുക്ക് വീണ്ടും എക്സ്പെക്ട് ചെയ്യാം ഇതിനേക്കാളും മനോഹരമായ ഒരു സിനിമയാണ്. എന്തായാലും ബൈസൺ എന്ന് പറയുന്ന ഈ സിനിമ, കാലമാട് എന്ന സിനിമ, അത് നിങ്ങൾ കണ്ടവർ അത് മനസ്സിലായി കാണും. കാണാത്തവർ തിയേറ്ററിൽ പോയി കാണുക. അത് വെറും ഒരു സ്പോർട്സ് ഡ്രാമയല്ല, അതൊരു വലിയൊരു കഥ പറയുന്ന, കുറേ ലെയറുകളുള്ള, പെർഫോമൻസിന്റെ അങ്ങേയറ്റമുള്ള ഒരു ഗംഭീര സിനിമയാണ്. മാരി സെൽവരാജിനും ധ്രുവനും കയ്യടി കൊടുക്കാം. കൂടാതെ എല്ലാ അണിയറ പ്രവർത്തകർക്കും ഇതിന്റെ പാർട്ട് 2 മേക്കിംഗ് വീഡിയോ ഇറങ്ങുമ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് എക്സ്ട്രാ സ്ട്രഗിൾ അവർ എടുത്തതെന്ന കാര്യം. എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. വീണ്ടും കാണാം. ബൈ. കറണ്ട് പോകാൻ കാരണം എന്താ?